ഈ കുട്ടി അവിടെ പരാതി കൊടുത്തു എന്ന് വന്ന ആ നിമിഷമാണ് മുങ്ങിയത്. അതുവരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു, അവിടെ തന്നെ വീട് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു, സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, മറ്റുള്ളവരെല്ലാം പരിഹസിക്കുകയായിരുന്നു. എന്താണ് അപേക്ഷ കൊടുക്കുക അല്ലെങ്കിൽ പരാതി കൊടുക്കാത്തത് എന്ന ചോദ്യമാണ് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നത്. അപ്പോൾ അവർ പരാതി കൊടുക്കില്ലായിരിക്കും എന്നാണ് ധരിച്ചിട്ടുണ്ടാകുക. പക്ഷെ കൊടുത്തപ്പോഴാണ് മുങ്ങിയത്. ആ മുങ്ങലിപ്പോൾ മുങ്ങി തന്നെ കിടക്കുകയാണ്. അതായത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പ്രശ്നം വളരെ ശക്തിയായിട്ട് കേരളം ചർച്ച ചെയ്തതാണ്. ഞാൻ കേരളം എന്ന് പറഞ്ഞത് ബോധപൂർവമാണ്. കേരളം ചർച്ച ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളാരെങ്കിലും ചർച്ച ചെയ്തതൊന്നുമല്ല. കേരളത്തിൻ്റെ മനസ്സാക്ഷിയുടെ മുന്നിൽ ഇതുപോലെ ഒരു പ്രശ്നം സമീപകാല ചരിത്രത്തിലൊന്നും ഉണ്ടായിട്ടില്ല. ആർക്കും പറയാനും സാധിക്കില്ല. ഇപ്പോൾ അദ്ദേഹം തന്നെ എഫിഡവിറ്റ് കൊടുത്തപ്പോൾ ഉഭയകക്ഷി സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തി ലൈംഗിക ബന്ധം ഉണ്ടാക്കുന്നതിൽ എന്താ കുഴപ്പം ഇങ്ങോട്ട് ചോദിക്കുക നമ്മളോട്. അതാണ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ പിന്നെ വ്യക്തമായിട്ട് അവർ തന്നെ സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അബോർഷൻ്റെ പ്രശ്നം മാത്രമേ പിന്നെ ബാക്കിയുള്ളൂ. അതിപ്പോൾ കൃത്യമായിട്ട് വ്യക്തതയോടുകൂടി ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു സ്കാൻ പോലും ചെയ്യാതെ ഈ ആധുനിക സമൂഹത്തിൽ ഗർഭചിത്രം നടത്തുക എന്നുള്ളത്, അതിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളതൊക്കെ വളരെ ഗുരുതരമായ പ്രശ്നമാണല്ലോ. അപ്പോൾ ഇമാതിരിയുള്ള കാര്യം മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ്. സസ്പെൻഡ് ചെയ്തു എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. സസ്പെൻഡ് ചെയ്തിട്ട് എന്താ കാര്യം? അടൂരിൽ നിന്ന് പാലക്കാടേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ. പാലക്കാടാണ് പ്രവർത്തന കേന്ദ്രം, അവിടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവർക്കിടയിൽ തന്നെ വൈരുദ്ധ്യം രൂപപ്പെട്ടു വരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതാണ് വീക്ഷണം പത്രത്തിൻ്റെ മുഖപ്രസംഗത്തിൽ മിനിഞ്ഞാന്ന് വന്നത്. ഇന്നലല്ല, മിനിഞ്ഞാന്ന് വന്നിന്. ഇന്നലെ അതിനെപ്പറ്റി ചർച്ച ചെയ്തത് അല്ലേ? അങ്ങനെയാണ് അതിൻ്റെ ശരിക്ക്. മിനിഞ്ഞാന്നാണ് അങ്ങനെ വന്നത് എന്ന് പറഞ്ഞാൽ ഇവരെ സഹായിക്കാനുള്ള ഒരു വലിയ ശൃംഖല തന്നെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട്. അത് അവർ ചിലപ്പോൾ അതിൻ്റെ പ്രമുഖ നേതാക്കന്മാർക്ക് പോലും എതിരായിട്ടാണ് ആ വിങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു ജീർണതയാണ്, കോൺഗ്രസിൻ്റെ ഒരു ജീർണതയാണ് പുറത്തു വന്നിട്ടുള്ളത്. ആരെല്ലാം സംരക്ഷിക്കുന്നു, ആരെല്ലാം എതിർക്കുന്നു എന്നുള്ളതെല്ലാം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ പൊതുവികാരത്തെ സംബന്ധിച്ച് മാത്രമേ ഞാൻ അതിന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. ഞങ്ങൾ പ്രത്യേക ഡിമാൻഡ് വെച്ച് എന്തെങ്കിലും നേടണം എന്നുള്ള രീതിയിലല്ല ഞങ്ങൾ പറഞ്ഞത്. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഈ രണ്ട് കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. രണ്ട് കാര്യം ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല. അല്ല, സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരെയും കൊണ്ട് കേരളത്തിലുടനീളം പ്രത്യേകിച്ച് പാലക്കാട് മേഖലയിലാകെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ നേതൃത്വമായി പ്രവർത്തിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും ഈ കുട്ടി അവിടെ പരാതി കൊടുത്തു എന്ന് വന്ന ആ നിമിഷമാണ് മുങ്ങിയത്. അതുവരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു, അവിടെ തന്നെ വീട് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു, സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, മറ്റുള്ളവരെല്ലാം പരിഹസിക്കുകയായിരുന്നു. എന്താണ് അപേക്ഷ കൊടുക്കുക അല്ലെങ്കിൽ പരാതി കൊടുക്കാത്തത് എന്ന ചോദ്യമാണ് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നത്. അപ്പോൾ അവർ പരാതി കൊടുക്കില്ലായിരിക്കും എന്നാണ് ധരിച്ചിട്ടുണ്ടാകുക. പക്ഷെ കൊടുത്തപ്പോഴാണ് മുങ്ങിയത്. ആ മുങ്ങലിപ്പോൾ മുങ്ങി തന്നെ കിടക്കുകയാണ്.